ഏവർക്കും നമസ്കാരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ്. നീക്കത്തിന് മറുപടിയുമായി നമ്മുടെ പ്രധാനമന്ത്രി അതിന് ബദലായിട്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരോടാണ് പറയുന്നത്. അതായത് മേക്ക് ഇൻ ഇന്ത്യ. അത് നേരത്തെയുള്ള ഉടായ്പ പരിപാടിയാണ്. ഈ പശു കച്ചവടക്കാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ഇവന്മാര് ഒരു സമയത്ത് പറയും പാകിസ്ഥാൻ നമ്മുടെ ജീവനാണ്, നമ്മളെ കരളാണ്, മുത്താണ്. ഇപ്പൊ ട്രംപിനെ എടുത്ത് തല വെച്ചുകൊണ്ട് കിടന്നു. ട്രംപിന്റെ ദൈവത്തെ പോലെ ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഊക്കം പണിയാണ് ഇപ്പോൾ മോദിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് തന്നിരിക്കുന്നത്. പശുവും പാലിനകത്ത് പണിതെന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ. സത്യം പറഞ്ഞാൽ ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? ഈ ഇന്ത്യ ഭരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ട്രംപാണോ അതോ ഇനി ട്രംപിന് എല്ലാ കരാറും എഴുതി കൊടുത്തോ ഇനി ഇന്ത്യ വിറ്റോ എന്ന് തന്നെ അറിയത്തില്ല. ഈ പശുക്കച്ചവടം ചെയ്ത് ഇനി ഇന്ത്യയും കൂടെ വിറ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ത് തന്നെയായാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുമ്പ്, ഇപ്പം 2 ദിവസത്തിന് മുമ്പല്ല, ഇനി അടുത്ത തുടരായിട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി, ഈ പാകിസ്ഥാനിൽ നിന്ന് സൈനിക മേധാവി അമേരിക്കൻ സന്ദർശനം നടത്തുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം പാകിസ്ഥാനെ കുറെ ആള് മുത്താണ് ചക്കരയാണെന്നും പറഞ്ഞ് നടന്ന്, നെതന്യാഹു ദൈവമാണെന്നും പറഞ്ഞ് നടന്ന് ശ്രീരാമനെയൊക്കെ കളഞ്ഞതാ തോന്നുന്നത്. ശ്രീരാമനൊക്കെ ചുമ്മാ ഈ പോസ്റ്ററിൽ അടിക്കാനേ പറ്റും അവർക്ക്. അതിന് പകരം നെതന്യാഹുവിനെയാണ് ശ്രീരാമന്റെ സ്ഥാനത്ത് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. നേരത്തെ മൈ ഫ്രണ്ട് മാറി നെതന്യാഹു ആയി. ഇപ്പൊ വീണ്ടും ചൈനയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ചൈനയിലെ പ്രധാനമന്ത്രി ഇനി എന്നാണോ ഇവർക്കുള്ള ദൈവമാവുന്നത്? നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ല ഇവിടെ. എന്തോ നിന്റെയൊക്കെ ഉദ്ദേശം? നിനക്ക് ഈ രാജ്യത്തുള്ളവരെ സ്നേഹിച്ചാൽ പോരെ? ഈ രാജ്യത്ത് സ്വന്തം നാട്ടിൽ തന്നെ കിടപ്പുണ്ടല്ലേ? നീ നാട്ടില് സകലവിധ തമ്മാടിത്തരവും കാണിച്ചിട്ട് ഇവിടെ കിടന്ന് വോട്ടിംഗ് മെഷീൻ ആയാലും ഇവിടുത്തെ ബാലറ്റ് പേപ്പറുകളായാലും എല്ലാ തന്തയില്ലായ്മയും കാണിച്ചതിന് ശേഷം നീയൊക്കെ വിദേശത്ത് പോയി അമേരിക്കയെ കെട്ടിപ്പിടിക്കുന്നു, നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു. നിന്റെ അടുത്തൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂ? നിനക്ക് എന്താ ശരിയേതാ, നല്ലതേതാ, ചീത്ത ഏതാ നിനക്ക് ഇതുവരെ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്. ആഹാരം, മലവും മൂത്രവും, പശുവിന്റെ മലവും മൂത്രവും, അത് ബീഫ് കഴിക്കുന്നവര് നിന്റെയൊക്കെ ശത്രുക്കളും. ഇപ്പം മോദി എന്താ പറയുന്നത്? മേക്ക് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യ ഇവിടെ നിർമ്മിക്കുന്ന ഏതൊരു സാധനവും ഇന്ത്യക്കാർ തന്നെ വാങ്ങിക്കണമെന്ന് പറയുന്നു. ഓക്കെ, ബീഫ് നീയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടല്ലോ. ഈ ബീഫ് ഇന്ത്യക്കാർ കഴിക്കുന്നതിന് നിനക്കൊക്കെ എന്താണ് അഭിപ്രായം? ഇപ്പൊ ചാണകങ്ങൾ പറയുന്നതും ചാണകങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഭയങ്കര മതേതരത്വവും ഒക്കെ വിശ്വാസമൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇതെല്ലാം ഒരു ഗണത്തിൽ പെടുന്നതാണ്. ഇത് കോൺഗ്രസിനകത്തും ഉണ്ട്, കമ്മ്യൂണിസ്റ്റിനകത്തും ഉണ്ട് ഈ വിഷങ്ങൾ. ഇവരെല്ലാരും ഒരു അച്ചില് വാർത്ത ടീമുകൾ തന്നെയാണ്. ഇപ്പം മോദി പറയാണ് മേക്ക് ഇൻ ഇന്ത്യ. ഗുജറാത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടുത്തെ വഡോദര എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ പോയി അലക്കാണ് നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കണമെന്ന്, ബീഫ് ഒഴികെ. അതായിരിക്കും ഇവരുദ്ദേശിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചൈന ഇനി എന്താണ് പണി തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അമേരിക്ക എന്താ പണി തരാൻ പോകുന്നത്. നേരത്തെ വായസാ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഈ അമേരിക്കയും പേടിക്കണം, ചൈനയും പേടിക്കണം, ഇനി പാകിസ്ഥാനെയും പേടിക്കണം. ഇനി നെതന്യാഹു എന്നാണോ എന്തോ നമ്മളെ നെഞ്ചത്തോട്ട് കയറുക. ഒരു കാര്യം പറഞ്ഞാൽ, നീയൊക്കെ ഈ വിദേശത്ത് മൊത്തവും കടന്ന് ചുറ്റിക്കറങ്ങുന്നത് ഈ നാടിനെ നശിപ്പിക്കാനാണെന്ന് ഉള്ളത് തീർത്തും ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തലയ്ക്ക് ആൾതാമസം ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ ചാണകങ്ങളെ കൈയൊഴിയുക.